ഹായ് ഗൈസ്, അപ്പോൾ ഒരുപാട് നാളായി ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മലേഷ്യൻ ട്രിപ്പ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഏതായാലും അതിനു വേണ്ടി ഇറങ്ങിയതാണെന്ന്. മലേഷ്യക്ക് പോകണൊരു പോക്കായി. സ്ഥലോ അങ്ങനെയുണ്ട്. എയർപോർട്ട് ആദ്യമായിട്ടാണ് നടന്നു കയറുന്നത്. നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ മലേഷ്യ പോകണേ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ശ്രീലങ്ക വഴിയാണ് മലേഷ്യ പോകുന്നത്. അപ്പോൾ ശ്രീലങ്കയിൽ ഒരു ഹാഫ് ഡേ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് കയറാൻ ഭയങ്കര തിരക്കാണ്, അത്യാവശ്യം ക്യൂ ഉണ്ട്. സോ ഫൈനലി നമ്മൾ ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ ചെക്കിനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ടെത്തി. അപ്പോഴാണ് അറിഞ്ഞത് നമ്മളെ ഫ്ലൈറ്റ് ഏകദേശം 2 മണിക്കൂർ ലൈറ്റാണ്. അപ്പോൾ ഫുൾ പോസ്റ്റ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ. അങ്ങനെ ബോർഡിങ് തുടങ്ങി. വളരെ എക്സൈറ്റഡ് ആണ്. ഒരുപാട് നാളിന് ശേഷമാണ് വീണ്ടും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഏകദേശം 10-20 വർഷം മുമ്പാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. അങ്ങനെ പഠിച്ചോനെ ഞങ്ങൾ കാത്തോളി എന്നും പറഞ്ഞ് വലതുകാല് വെച്ച് ഫ്ലൈറ്റിലോട്ട് കയറി. ഫ്ലൈറ്റ് ഏതായാലും ഫുള്ളാണ്, നല്ല തിരക്കുണ്ട്. ഫ്ലൈറ്റ് കയറി വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പം നീ ശ്രീലങ്ക അങ്ങനെ ഫ്ലൈറ്റ് ഒരു 100-110 ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊച്ചിയൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു സ്നാക്സ് കിട്ടി, ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച്. അപ്പോൾ അതും കഴിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ശ്രീലങ്ക എത്തുമെന്ന് വിചാരിക്കുന്നു. സോ ഫൈനലി ഒരു 50 മിനിറ്റ്സിന് ശേഷം നമ്മൾ ശ്രീലങ്കയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഇനി ടെർമിനലിലോട്ട് ബസ്സിൽ പോകണം. ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ബസ്സിൽ കയറി ടെർമിനലിലെത്തി. ഇത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഈ കാണുന്നത്. സോ ഫൈനലി ഞങ്ങൾ എയർപോർട്ടിലെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. സോ വെൽക്കം ടു ശ്രീലങ്ക. അങ്ങനെ അവിടെ നിന്ന് ഒരു ഊബർ വിളിച്ച് ഞങ്ങളൊരു റൂം ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനും മറ്റൊക്കെ. അപ്പോൾ നാളെ മോർണിംഗ് ആണ് ഇനി നമുക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഇനി ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.